ഇന്ന് ഹസ്ബൻഡിൻ്റെ ഉപ്പാനും ഉമ്മാനും കൂട്ടി പോകുന്നത് വേറെ എടുക്കുകയല്ല കേട്ടോ. എൻ്റെ വീട്ടിൽ പുതിയൊരു അതിഥി വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ആളെ കാണിച്ചു കൊടുക്കാൻ പോവാണ്. ഞാനും അയാനും ഇന്നലെ രാത്രി ആയിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ. ആദ്യം തന്നെ ഞങ്ങൾ കുട്ടിക്ക് ഉടുപ്പെടുക്കാൻ വേണ്ടിയിട്ട് വളാഞ്ചേരി ചാസിയയിലേക്കാണ് കേട്ടോ പോയത്. അവിടെ എത്തി ഞങ്ങൾ നേരെ ബേബി സെക്ഷൻ്റെ അവിടേക്ക് പോയി. അവിടുന്ന് ഓരോരോ ഡ്രസ്സ് നോക്കുകയാണ് കേട്ടോ കുട്ടിക്ക്. അവിടെ നല്ലൊരു ക്യൂട്ട് ഡ്രസ്സൊക്കെ കണ്ട് അതൊക്കെ എടുത്തു ഞങ്ങൾ നേരെ താഴത്തേക്ക് പോകുന്നു കേട്ടോ. ഹയ്യാനും പിന്നെ ഇപ്പപ്പാനെ കിട്ടിയാൽ ഞങ്ങളൊന്നും പറ്റൂല, ഇപ്പപ്പാൻ്റെ ഒക്കെ തന്നെ ഇക്കാരം. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് നേരെ ബില്ലാക്കാൻ പോയി. പിന്നെ ഞങ്ങൾ ഇവിടെ സ്ഥിരം വിസിറ്റേഴ്സ് ആയതുകൊണ്ട് അവിടെ കുറച്ച് ചേച്ചിമാരുണ്ട് ഹയ്യാനൂന്. ടെക്സ്റ്റൈൽസ് എന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ഫാൻസിയിലേക്കാണ് കേട്ടോ. അവിടുന്ന് കുറച്ച് ഇയറിങ്സും കാര്യങ്ങളൊക്കെ നോക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി, പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാണ്. ഹോസ്പിറ്റലിലെത്തി ഞങ്ങൾ അവിടെ ഇറക്കിയിട്ട് ഉപ്പ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ട് പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോയത്. റൂമിൽ ചെന്നേക്കന്നെ അയാനൊരു മിഠായി കിട്ടിയിട്ട് കുട്ടിക്ക് ആ മിഠായി ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അവന്. പിന്നെ എല്ലാവരും കുട്ടീനെ കണ്ട്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ പുറത്ത്. അപ്പോൾ ഇതാണ് കേട്ടോ ഗൈസ് ഞങ്ങളെ കുഞ്ഞ് ഐഷു. ആളെ ഞങ്ങൾ ഐഷു എന്നാണ് വിളിക്കുന്നത്. പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് എല്ലാവരോടും ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. പോരിനിടയ്ക്ക് നല്ലൊരു ബ്ലോക്ക് പെട്ടിട്ടുണ്ടായിരുന്നു. ബ്ലോക്കൊക്കെ തീർന്ന് ഞങ്ങൾ നേരെ പോയത് അനിയൻ വർക്ക് ചെയ്യണോടത്തേക്കാണ് കേട്ടോ. അവനെ കണ്ടപ്പോൾ ഹയാൻ ഭയങ്കര കരച്ചിൽ അവൻ്റെ അടുത്തേക്ക് പോവാൻ. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോരുമ്പോൾ തന്നെ ഒരു 5:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു കടയിൽ കയറി ഞങ്ങൾ ചായയും അതേപോലെ സാൻഡ്വിച്ചൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് വീട്ടിലേക്കാണ്. അപ്പോൾ ഇന്നത്രക്കുള്ളൂ അടുത്ത വീഡിയോ കാണാം. ബൈ.